മറ്റൊരു വാർത്തയിലേക്കാണ്. സംസ്ഥാന സർക്കാരിന്റെ നവകേരള സർവേ ഹൈക്കോടതി റദ്ദാക്കി. സർവേ നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിന്റെ ഉത്തരവ്. സർവേക്ക് വേണ്ടി പണം നീക്കിവെച്ചതിന് ധനകാര്യ അനുമതിയോ ബജറ്റ് വകയിരുത്തലോ ഇല്ലെന്ന് കോടതി വ്യക്തമാക്കി. വിവരങ്ങളുമായി ആന്റണി ജോർജ് ചേരുന്നു. ആന്റണി, ഈയൊരു സംസ്ഥാന സർക്കാരിന്റെ നവകേരള സർവേയാണ് ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? സംസ്ഥാന സർക്കാരിന്റെ ക്ഷേമ പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ പദ്ധതികളൊക്കെ അതുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ അഭിപ്രായം അറിയുന്നതിന് വേണ്ടിയാണ് നവകേരള സർവേ അഥവാ പീപ്പിൾ റെസ്പോൺസ് പ്രോഗ്രാം എന്ന പേരിൽ ഒരു പദ്ധതിക്ക് സംസ്ഥാന സർക്കാർ രൂപം നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വോളണ്ടിയർമാർ ഈ വീടുകളിലേക്ക് എത്തുകയും വീടുകളിൽ എത്തിക്കൊണ്ട് ആ ആളുകളുടെ അഭിപ്രായങ്ങൾ ശേഖരിക്കുകയും ഒക്കെയാണ് ചെയ്തിരുന്നത്. ഏതായാലും ഈ നവകേരള സർവേ നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി, അല്ലെങ്കിൽ ഈ പണം ചെലവഴിക്കുന്ന അടക്കം അധികാര ദുർവിനിയോഗമാണെന്ന് ചൂണ്ടിക്കാട്ടി KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവർ, അതുപോലെ തന്നെ കോൺഗ്രസ് നേതാവും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ മുബാസ് ഓടക്കാലി എന്നിവരാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഏതായാലും ഈ ഹർജി പരിഗണിച്ചാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ സുപ്രധാനമായ ഉത്തരവ് വന്നിരിക്കുന്നത്. അതായത് ഈ സർവേ ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുകയാണ്. സർവേ നടപടി നിയമവിരുദ്ധമാണ് എന്നാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് കണ്ടെത്തിയിരിക്കുന്നത്. മാത്രമല്ല 20 കോടി രൂപ ചെലവഴിച്ചാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത് എന്നുള്ളതാണ് ഹർജിക്കാരുടെ വാദം, അല്ലെങ്കിൽ ഒരു ആരോപണമായി ഉണ്ടായിരുന്നത്. അത്തരത്തിൽ ഈ പണം ചെലവഴിച്ചത് ഈ സർവേക്കായി, ഈ വോളണ്ടിയർമാർക്ക് പണം നൽകുന്ന അടക്കമുള്ള കാര്യങ്ങൾക്കായി ഇത്രയും രൂപ അനുവദിച്ചത് അതൊരു ധനാനുമതിയോ അല്ലെങ്കിൽ ബജറ്റിൽ വകയിരുത്തലോ ഒന്നുമില്ലാതെയാണ് ഈ പണം അനുവദിച്ചതെന്ന് കൂടി കോടതി കണ്ടെത്തുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഏതായാലും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് ഇത്തരത്തിൽ ആളുകളുടെ ഒരു ക്ഷേമം അല്ലെങ്കിൽ ഒരു ഫീഡ്ബാക്ക് എന്താണ് ഇക്കാര്യത്തിൽ എന്ന് അറിയാൻ വേണ്ടി ഒരു സർവേ നടത്താനായി തീരുമാനിച്ചത്. അത് കഴിഞ്ഞ അത്തരത്തിൽ തീരുമാനിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഈ നേരത്തെ ഇക്കാര്യത്തിൽ സർക്കാരിനോട് സത്യവാങ്മൂലം അല്പം കോടതി ചോദിക്കുകയും ചെയ്തിരുന്നു. ഹർജിക്കാർ പ്രധാനമായും ഉന്നയിച്ചത് ഈ തെരഞ്ഞെടുപ്പ് പത്രിക തയ്യാറാക്കുന്നതിൻ്റെ ഭാഗമായി കൂടിയാണ് ഇത്തരത്തിൽ ഈ സർവേ നടത്തുന്നത് എന്നുള്ളതാണ്. അത് ജനങ്ങളുടെ പണം ഉപയോഗിച്ചുകൊണ്ട് ചിലവാക്കുന്നത് അത് അധികാര ദുർവിനിയോഗമാണ് എന്നുള്ളതായിരുന്നു ഹർജിക്കാർ പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ വിവരശേഖരണം CPMന്റെ രാഷ്ട്രീയ നേട്ടത്തിനായി ഈ സർക്കാർ ദുരുപയോഗം ചെയ്യുകയാണ് എന്നുള്ള കാര്യവും കൂടി ഈ ഹർജിയിൽ പറഞ്ഞിരുന്നു. ഏതായാലും ഇപ്പോൾ ഈ ഹർജിയിലെ കാര്യങ്ങൾ കോടതി അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇക്കാര്യത്തിൽ ഇപ്പോൾ കോടതി ഈ സർവേ തന്നെ റദ്ദാക്കിയിരിക്കുകയാണ്. നേരത്തെ 22 വരെ ഈ സർവേ താൽക്കാലികമായി കോടതി സ്റ്റേ ചെയ്തിരുന്നു. ഏതായാലും ഇപ്പോൾ നവകേരള സർവേ പൂർണ്ണമായും ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുകയാണ്. അത് നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കോടതിയുടെ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. ശരി, സംസ്ഥാന സർക്കാരിന്റെ നവകേരള സർവേയാണ് ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നത്. സർവേ നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാണിച്ചാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിന്റെ ഈ ഒരു ഉത്തരവ് വന്നിരിക്കുന്നത്. സർവേക്ക് വേണ്ടി പണം നീക്കിവെച്ചതിന് ധനകാര്യ അനുമതിയോ ബജറ്റ് വകയിരുത്തലോ ഇല്ലെന്ന് കോടതി വ്യക്തമാക്കി. ആന്റണി ജോർജാണ് വിവരങ്ങൾ നൽകിയത്.